ദാസേട്ടാ ഇപ്പം ഒത്തിരി കമന്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നൊരു മറ്റൊരു കമന്റ് ആണ് ദാസേട്ടൻ ഒരു പെണ്ണ് പിടിയതാണ് എന്നുള്ളൊരു വേർഡ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. ലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു. അങ്ങനെയാണോ? പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു വരുത്തിയത്? ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിക്കും കരണ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? ഞാൻ ചോദിച്ചതല്ല ശരി. വീണടുത്ത് കിടന്ന് ഉരുളരുത്. ഞാൻ ചോദിച്ച ചോദ്യമല്ലേ നീ ഒന്നും പറയണ്ട. ഇത് പറയുന്നത് ഒരാളെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്നത് തുല്യമാണോ? ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരാൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി ഞാൻ അവിടെ കൊടുത്തോളൂ. ആ കമന്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അത് പെണ്ണുപടിയാണോ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം എന്നുള്ളതാരാ? നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. അവർ ഭയങ്കരമായ ആളാണ്. കമന്റ് ഇട്ടു പറഞ്ഞ പോലെ നിങ്ങൾ പെണ്ണുപടിയാണോ ചോദിക്കാൻ ആവശ്യം നിങ്ങൾക്കുണ്ടോ? മുൻകോപവും എടുത്തുചാട്ടവും നന്നല്ല. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കൂ. ഞാനല്ല, അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. അതെ, തന്റെ ഇടപെടലെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. അത് ഹേർട്ട് ചെയ്യുന്ന കമന്റ് ആണ് എന്നെ. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യം എന്താ? ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പെണ്ണുപടിയാണെന്ന്? ആണോ? എനിക്കങ്ങനെ തോന്നി, അത്ര തന്നെ. എന്നാ നിനക്ക് ഇനി അങ്ങനെ തോന്നണ്ട, അത്ര തന്നെ. എന്റെ കൂടെ സ്ഥിരമായിട്ട് കുറെ കാലമായി ജോലി ചെയ്യുന്ന ആൾ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാണ് അയാൾ ഒരു പെണ്ണുപടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. ഈ പറഞ്ഞത് ന്യായം. എന്റെ വീഡിയോസിൽ കൂടെ മാത്രം എന്നെ കാണുന്ന ഒരാൾ പറയാണ് ഇയാൾ ഒരു പെണ്ണുപടിയാണ്. അതിനെന്താ അടിസ്ഥാനമുള്ളത്? വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? അത് ഊന്നി ചോദിക്കുന്ന സ്വഭാവമല്ലേ നിങ്ങളിവിടെ കാണിച്ചത്, എന്നോട് ചോദിച്ചത്? ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ശോഭിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോളൂ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ഈ കമന്റ് ഇട്ട വ്യക്തിയോട് ഇത് എന്തുകൊണ്ട് ഈ കമന്റ് ഇട്ട വ്യക്തിന്റെ സ്ക്രീൻഷോട്ട് ആണ് എടുത്തു വെച്ചിട്ടുണ്ട്. അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്ത അടിച്ച് കലക്കിയത്. അപ്പൊ ഇട്ടത് ആരാണെങ്കിലും കൊണ്ടത് എനിക്കാട്ടോ. ചോരയില്ലാത്ത വർഗം നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, ആ കിട്ട ആള് പറയുന്ന പോലെയാണ് കുട്ടീനെ പോകാൻ ശ്രദ്ധിച്ച് കണ്ടത്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. കമന്റ് എടുക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയുള്ളൂ, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അത്രേ ഉള്ളൂ. റീൽ ചെയ്യുന്നത് എന്റെ ഇഷ്ടമല്ലേ. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. നാല് പേരെ അല്ല ക്യാമറയുടെ മുന്നിലാണ്, അല്ല പാത്ത് പോയിരുന്ന വയറെ പിടിക്കുകയല്ല ചെയ്തത്. ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഇന്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. അതിനി മുന്നോട്ടാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി.